എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 65ഉം 66ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം കവി ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് തലേ ദിവസത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് വൃഷഭാസുരൻ്റെ പരാക്രമങ്ങൾ, വൃഷഭാസുരനെ വധിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപന്മാരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ ചെന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? രാവിലെ എണീറ്റതിന് ശേഷം കൂട്ടുകാരോടൊക്കെ കൂടി അതിനുശേഷം ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം. സമാവൃതോ ഗാസവയോഗണേന സഞ്ചാരയൻ ശൗരിരണ്യഭൂഷു പുരേവ രാമേണ യുതഃ പ്രതസ്ഥേ തദ്ദിങ്മുഖം യത്ര സകാദ്രവേയ. ആദ്യം പദച്ഛേദം നോക്കാം. സമാവൃത ഗാ സവയോഗണേന സഞ്ചാരയൻ ശൗരി അരണ്യഭൂഷു പുരാ ഇവ രാമേണ യുത പ്രതസ്ഥേ തത് ദിങ്മുഖം യത്ര സ കാദ്രവേയ. കഴിഞ്ഞ ദിവസം, അതായത് രാത്രിയിൽ സ്വപ്നത്തിൽ കാളിന്തി വന്ന് പറഞ്ഞുല്ലോ കാളിയൻ ഇവിടെ വസിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കാളിന്തി പറഞ്ഞതിനനുസരിച്ച് കാളിയനെ വധിക്കാൻ വേണ്ടിയിട്ട് കാളിന്തി നദിയുടെ സമീപത്തേക്ക് പോയി എന്നാണ് ഇവിടെ പറയണത്. അന്വയം എങ്ങനെയാണ് വരണത്? സവയോഗണേന. സവയോഗണേന എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ള വയസ്സുള്ളവർ, സമാന വയസാം ഗണേന, കൂട്ടുകാരന്മാർ, ഒരേ പ്രായത്തിലുള്ള ഗോപബാലകന്മാർ, അവരോടുകൂടി ചേർന്നുകൊണ്ട് സവയോഗണേന സമാവൃത, ചുറ്റപ്പെട്ടുകൊണ്ട്, അതായത് അവരോടുകൂടി കൂട്ടുകൂടിയിട്ട് അരണ്യഭൂഷു ഗാഹ സഞ്ചാരയൻ. അരണ്യഭൂഷു, അരണ്യം കാട്, അരണ്യഭൂഷു എന്ന് പറഞ്ഞാൽ കാട്ടിലെ മേച്ചിൽ സ്ഥലങ്ങളിൽ, അവിടെ ഗാഹ പശുക്കളെ സഞ്ചാരയൻ മേച്ചുകൊണ്ട്, പശുക്കളെ കാടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണോ സാധാരണ പതിവ് അതുപോലെ തന്നെ ചെയ്തു, കാടിൻ്റെ ഉള്ളിലേക്ക് പശുക്കളെയും കൊണ്ട് മേയ്ക്കാൻ പോയി. അതിനുശേഷം പുരാ ഇവ, പണ്ട് എങ്ങനെയാണോ രാമേണ യുത, രാമനോട് കൂടിയിട്ട്, മുൻപ് കഴിഞ്ഞ ദിവസം വരെ എങ്ങനെയായിരുന്നോ പശുക്കളെ മേയ്ക്കാൻ പോയത് ഗോപബാലകന്മാരോടും ബലരാമനോടും ഒക്കെ കൂടിയിട്ട്, അതേപോലെ തന്നെ രാമനോട് കൂടിയിട്ട് രാമേണ യുത യത്ര സകാദ്രവേയ തദ്ദിങ്മുഖം പ്രതസ്ഥേ. രാമനോട് കൂടിയിട്ട് എവിടെയാണോ ആ കാദ്രവേയനുള്ളത് അവിടേക്ക് പുറപ്പെട്ടു. അതാണ് യത്ര സ കാദ്രവേയ. യത്ര, എവിടെയാണോ സഹ, ആ കാദ്രവേയനുള്ളത്. കാദ്രവേയ എന്ന് പറഞ്ഞാൽ കദ്രോഹോ അപത്യം പുമാൻ കാദ്രവേയ. കദ്രു എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ അമ്മയാണ്. അപ്പം കാദ്രവേയൻ എന്ന് സർപ്പങ്ങളെ സാമാന്യമായിട്ട് പറയാമെങ്കിലും ഇവിടെ കാളിയനെ പറ്റിയിട്ട്, കാളിയനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കാണ്. എവിടെയാണോ ആ കാദ്രവേയൻ, കാളിയൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കണത് അവിടേക്ക് തദ്ദിങ്മുഖം പ്രതസ്ഥേ, തദ്ദിങ്മുഖം പ്രതസ്ഥേ, ആ ദിക്കിലേക്ക് പുറപ്പെട്ടു. എവിടെയാണോ കാളിയനുണ്ട് എന്ന് മനസ്സിലായത് ആ ഭാഗത്തേക്ക്, കാളിന്തി നദിയുടെ ആ ഭാഗത്തേക്ക് ഇവരെല്ലാവരും കൂടിയിട്ട്, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് മറ്റു ഗോപന്മാരോടൊക്കെ കൂടി ആ ഭാഗത്തേക്ക് സഞ്ചരിച്ചു, അവിടേക്ക് ചെന്നു എന്നർത്ഥം. ഇനി കാളിയനെ വധിക്കാനുള്ള പുറപ്പാടാണ്. അതിനു മുമ്പ് ഗോപന്മാരുടെ കൂട്ടത്തിലൊരാൾ ഭഗവാനോട് കാളിന്തി നദിയുടെ ചില കാര്യങ്ങൾ, കാളിന്തിക്ക് വന്നതായിട്ടുള്ള ശോഷണത്തിനെ പറ്റിയൊക്കെ വർണ്ണിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 66-ാമത്തെ ശ്ലോകം നോക്കൂ. ശിരോരുഹൈശ്ചന്ദ്രമരീചി ശുഭ്രൈഃ കൂർച്ചേന വക്ഷസ്ഥലലംബിനാ ച കശ്ചിദ് ഗദാപാണിരുപേത്യ ഗോപോ മാർഗസ്ഥിതോ മാധവമാഹവാചം. ആദ്യം പദച്ഛേദം നോക്കാം. ശിരോരുഹൈഃ ചന്ദ്രമരീചി ശുഭ്രൈഃ കൂർച്ചേന വക്ഷസ്ഥലലംബിനാ ച കശ്ചിദ് ഗദാപാണി ഉപേത്യ ഗോപ മാർഗസ്ഥിത മാധവം ആഹ വാചം. ഇവിടെ ഒരു ഗോപനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. കശ്ചിത് ഗോപ, ഏതോ ഒരു ഗോപൻ. ഇവരുടെ കൂട്ടത്തിൽ ഈ ഗോപബാലകന്മാരുടെയൊക്കെ അച്ഛനായിട്ടുള്ള ഒരാളാവാം ആ ഒരു ഗോപൻ. അദ്ദേഹം എങ്ങനെയാണ്? ഗദാപാണി. ഗദാപാണി എന്ന് പറഞ്ഞാൽ കയ്യിൽ ഗദയും പിടിച്ചുകൊണ്ട്
നിൽക്കുന്ന ഒരു ഗോപൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ ഗദയുണ്ട്. അങ്ങനെയുള്ള ആ ഗോപൻ എന്താ ചെയ്തത്, എങ്ങനെയുള്ള ആളാണ്, ആ ഗോപൻ്റെ വിശേഷണമാണ് ആദ്യത്തെ വരിയിലൊക്കെ പറയണത്. ചന്ദ്രമരീചി ശുഭ്രൈഹി ശിരോരുഹൈഹി വക്ഷസ്ഥലലംബിന കൂർച്ചേന ച ഗോപഃ കശ്ചിത് ഗോപഃ. ചന്ദ്രമരീചി ശുഭ്രൈഹി, ചന്ദ്രമരീചി, ചന്ദ്രൻ്റെ മരീചി നിലാവ് പോലെ വെളുത്തതായ ശിരോരുഹൈഹി, തലമുടികളുള്ളവനും. തലമുടി നല്ലവണ്ണം വെളുത്തിട്ടുള്ള, തലമുടി വെളുക്കുന്നത് പ്രായമാകുമ്പോഴാണ്. അപ്പോൾ ഇത്തിരി വൃദ്ധനായിട്ടുള്ള, അത്ര ചെറുപ്പക്കാരനൊന്നുമല്ല, അങ്ങനെയുള്ളൊരു ഗോപൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വക്ഷസ്ഥലലംബിന കൂർച്ചേന, വക്ഷസ്ഥലലംബി, വക്ഷസ്ഥലം എന്ന് പറഞ്ഞാൽ മാറിടം വരെ നീണ്ടുകിടക്കുന്നതായ കൂർച്ചേന, കൂർച്ചം മീശയും താടിയും, സാധാരണ മീശയ്ക്കാ പറയുക, അല്ലെങ്കിൽ മുഖത്തെ ശ്മശ്രു, മുഖത്തുള്ള രോമങ്ങൾക്ക് പറയാറുണ്ട് കൂർച്ചമെന്ന്. അപ്പോൾ താടിയും മീശയൊക്കെ കൂടിയിട്ട് ഏതാണ്ട് നെഞ്ചത്ത് വരെ വളർന്നു കിടക്കുന്നുണ്ട്. തലമുടി നല്ലവണ്ണം വെളുത്തിട്ടുമുണ്ട്. അതായത് താടി രോമങ്ങൾക്കായാലും തലമുടിക്കായാലും ഒക്കെ ഒരു വെളുപ്പ് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കുറച്ച് പ്രായാധിക്യമുള്ളവൻ, അങ്ങനെയുള്ളൊരു കശ്ചിത് ഗോപ, കശ്ചിത് ഏതോ ഒരു ഗോപൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഗദാപാണിയായിട്ടുള്ള ഒരു ഗോപൻ. മാർഗസ്ഥിത, എവിടെയാ നിന്നിരുന്നത്, ഇവര് കാട്ടിലേക്ക് പോകുമ്പോൾ ആ വഴിയിലുണ്ടായിരുന്നു. പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് ഭഗവാനും ബലരാമനും മറ്റു ഗോപന്മാരും ഒക്കെ കൂടിയിട്ട് കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയതിൻ്റെ കൂട്ടത്തിൽ പശുക്കളെ അവിടെ മേയാൻ വിട്ടിട്ട് ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ബലരാമനും ഒക്കെ കൂടിയിട്ട് കാളിന്തിയിൽ എവിടെയാണോ കാളിയൻ കിടക്കണത് അതിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. അങ്ങനെ വരണ വഴിക്ക്, അതാണ് മാർഗസ്ഥിത, ആ മാർഗത്തിൽ നിന്നിരുന്നവനായ കശ്ചിത് ഗോപ, ഒരു ഗോപൻ. മാധവം വാചം ആഹ, മാധവനോട് ശ്രീകൃഷ്ണനോട് വാചം ആഹ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞു. വാചം വാക്കുകൾ, ആഹ പറഞ്ഞു. അതായത് ഇനി വർണ്ണിക്കാൻ പോണ ഭാഗം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനോടും കൂടെ നിൽക്കുന്ന ബലരാമൻ അല്ലെങ്കിൽ മറ്റു ഗോപന്മാരോടൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് വിശേഷിച്ച് ശ്രീകൃഷ്ണനോടായിട്ട് ഈ വഴിയിൽ നിന്ന ഗോപൻ എന്താണ് പറയാൻ പോണത് എന്നാണ് വർണ്ണിക്കാൻ പോണത്. ആഹ എന്ന് പറയുമ്പോൾ പറയുന്നു എന്നർത്ഥമുണ്ട്, പറഞ്ഞു എന്നർത്ഥമുണ്ട്. പക്ഷെ ബ്രൂതേ എന്നുള്ള ആ ബ്രുവഫ് പഞ്ചാനാമിത്യാദിന, അതിന് ആഹാദേശം വരും. അപ്പോൾ പറയുകയാണ്, പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ആഹ എന്ന് പറയാറുണ്ട്. അതിൻ്റെ അതായത് ലങ്ങായിട്ട്, പാസ്റ്റൻസ് ആയിട്ട്, ബ്രൂഞ്ഞു ധാതുവിൻ്റെ പാസ്റ്റൻസ് ആയിട്ട് ആഹ എന്ന് പറയാറുണ്ട്. അപ്പോൾ വഴിയിൽ കൂടെ അങ്ങോട്ട്, അതായത് കാളിയനെ കാണാൻ വേണ്ടിയിട്ട്, കാളിയൻ എവിടെയാണ് കിടക്കണത്, എന്തൊക്കെയാണ് അവിടുത്തെ പരിതസ്ഥിതികൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ കാളിന്തി നദിയുടെ സമീപത്തേക്ക് പോവുമായിരുന്നു. ആ സമയത്ത് വഴിയിൽ നിൽക്കണ ഒരു ഗോപൻ ആ കാളിന്തിയുടെ ദുരവസ്ഥ, കാടിൻ്റെ ദുരവസ്ഥ ഒക്കെ ഭഗവാനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി എന്ന് പറയാണ്. ഇനി അടുത്ത് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ കാളിന്തിയുടെ അവസ്ഥ പറഞ്ഞു. ഇനി കണ്ടു നിൽക്കണ മാർഗത്തിലുള്ളവരെ, വഴിയിലുള്ളവരെ, വഴിയാത്രക്കാരെ, അവർക്കൊക്കെ എന്താണ് കാളിന്തിയെ കാണുമ്പോൾ തോന്നണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ പറ്റും. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സമാവൃതോഗാസവയോഗണേന സഞ്ചാരയൻ ശൗരിരരണ്യഭൂഷു പുരേവ രാമേണ യുതഃ പ്രതസ്ഥേ തദ്ദിങ്മുഖം യത്ര സകാദ്രവേയ ശിരോരുഹൈശ്ചന്ദ്രമരീചി ശുഭ്രൈഃ കൂർച്ചേന വക്ഷസ്ഥലലംബിനാ ച കശ്ചിത് ഗദാപാണിരുപേത്യ ഗോപോ മാർഗസ്ഥിതോ മാധവമാഹവാചം. ആദ്യത്തെ ശ്ലോകത്തിൽ 65ാമത്തെ ശ്ലോകത്തിൽ രാമനെയും കൂടി കൂട്ടിയിട്ടാണ് പോയത് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് സുകുമാരകവി. എന്നാൽ നാരായണീയത്തിലും അതുപോലെ ചില പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ട് രാമനെ കൂട്ടാതെയാണ് കാട്ടിലേക്ക് പോയത് എന്ന്. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ടാണ് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ കാമിനി മണിയമ്മതന്നങ്ക സീമനി ചെന്നു കേറിനാൻ എന്ന് പറയുന്ന ആ വരികളിലുണ്ട് ബലരാമനെ കൂടെ കൂട്ടാതെയാണ് ശ്രീകൃഷ്ണൻ കാട്ടിലേക്ക് പോയതെന്ന്. സാധാരണ എല്ലായ്പ്പോഴും രാമനെ കൂട്ടിയിട്ട് അവർ ഒരുമിച്ചാണ് പോവാറുള്ളത്. കാളിയനെ
തടയാൻ വേണ്ടിയിട്ട് പോയ, കാളിയനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയ ദിവസം എന്തുകൊണ്ടാണ് രാമനെ കൂട്ടത്തിൽ കൂട്ടാഞ്ഞത് എന്നുള്ളത് ചോദിക്കുമ്പോൾ നാരായണീയത്തിലൊക്കെ കാണാൻ പറ്റുക എന്താണെന്നുണ്ടെങ്കിൽ, ബലരാമനാണ് അമ്പാടിയിലുള്ള ആൾക്കാരെ മുഴുവനും സമാധാനിപ്പിക്കാൻ. ശ്രീകൃഷ്ണൻ കാളിയനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ കാളിയൻ കൊത്തി ശ്രീകൃഷ്ണന്റെ അന്ത്യം സംഭവിക്കുമോ എന്ന് പേടിച്ചിരുന്നപ്പോൾ എല്ലാ ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും അച്ഛനെയും അമ്മയും ഒക്കെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നത് ബലരാമനാണെന്ന് പറഞ്ഞു. ആദ്യം അതായത് അമ്പാടിയിലായിരുന്നപ്പോൾ തന്നെ പലതരത്തിലുള്ളതായ അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ദുർനിമിത്തങ്ങൾ, അപശകുനങ്ങൾ പലതും കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് പേടിയായി. ശ്രീകൃഷ്ണൻ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ ശ്രീകൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പലർക്കും പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കൃഷ്ണന് യാതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെ മുഴുവനും ഗോപന്മാരെ മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കാൻ ബലരാമൻ തന്നെ പറ്റുള്ളൂ. ബലരാമന് ശ്രീകൃഷ്ണന്റെ എല്ലാ കഴിവുകളും അറിയാം എന്നുള്ളത് കൊണ്ട്, ബലരാമൻ തന്നെ അതിന് വേണം എന്നുള്ളത് കൊണ്ടാണ് ബലരാമനെ കൂടെ കൂട്ടാണ്ട് കാട്ടിലേക്ക് പോയത് എന്നാണ് ഇവിടെ നമുക്ക് നാരായണീയൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ സുകുമാരകവി അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. സുകുമാരകവി എപ്പോഴും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ കഥാ വ്യതിയാനങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് ബലരാമനും കൂടിയാണ് കാളിന്തിയിലേക്ക് പോയത് എന്ന് പറഞ്ഞത്. ഈ 2 സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.